നമസ്കാരം. ഞാൻ അരൂർ മധുസൂദന പണിക്കർ, ശ്രീകൃഷ്ണ വസിഷ്ഠ മഹാദേവക്ഷത്തിലെ മുഖ്യ കാര്യദർശി. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സങ്കടങ്ങളെക്കുറിച്ചാണ്. ഇന്ന് എല്ലാവർക്കും സങ്കടങ്ങളേ ഉള്ളൂ. ഒരു 98% ആളുകളിലും സങ്കടങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുന്നവരാണ്. അവരുടെ സങ്കടങ്ങൾ കാണാനായിട്ടോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാനായിട്ടോ നമുക്കാർക്കും സാധ്യമല്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആ സങ്കടമുള്ളവർ അവരുടെ പ്രശ്നങ്ങളെ പഠിക്കാതെ അവർ പല ജ്യോത്സ്യന്മാരെടുത്തും പല നാഡീശാസ്ത്രങ്ങളിലും പല ദേവപുരോഹിതന്മാരുടെ അടുത്തൊക്കെ പോയാലും അവരുടെ സങ്കടങ്ങൾ മാറുന്നില്ല. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് ആ വ്യക്തിക്ക് സങ്കടമുണ്ടാകുവാൻ കാരണം? അയാളുടെ ജീവിത രീതികളാണ്. അയാളുടെ പ്രവൃത്തി മണ്ഡലങ്ങളിൽ ശ്രദ്ധിക്കാതെ അയാൾ മറ്റൊന്നിനെയും തേടി അയാളുടെ മോഹങ്ങളിലേക്ക് അയാൾ പോവുകയും ആ മോഹങ്ങൾ സാധിക്കപ്പെടാതെ വരികയും ചെയ്യുമ്പോൾ അയാൾ നിരാശനായി അയാൾ പല കർമ്മങ്ങളിലേക്ക് പോവുകയും കർമ്മദുരിതങ്ങൾ അയാളെ തേടിയെത്തുകയും ചെയ്യും. ഇവിടെ അയാളുടെ മനസ്താപം കൊണ്ട് അയാൾ ജീവിതം തന്നെ വേണ്ടാന്ന് വെക്കുന്നൊരു സാഹചര്യം ഉണ്ടാകും. ഇവിടെയാണ് ആ സങ്കടക്കാരനെ പിടിച്ച് കൈ ഉയർത്തിക്കൊണ്ടുവന്ന് അയാളെ ഏത് രീതിയിലേക്ക് നയിക്കണമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ അയാളുടെ സങ്കടം നമ്മൾ ആദ്യമേ പഠിക്കുമ്പോൾ എന്ത് ചെയ്യും? നിൻ്റെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ആദ്യം പറയുന്നത് എന്താ? ഞാൻ ഇനി രക്ഷപ്പെടാനൊന്നും പോണില്ല, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട്. ചിരിച്ചു മുഖത്തോട് നടക്കുന്ന ഞാനൊരു വലിയ ഒരു ഭ്രാന്തൻ്റെ ലക്ഷണത്തിൽ നടക്കുകയാണ്. എൻ്റെ വിഷമങ്ങൾ ഞാൻ ചിരിയിലൂടെയാണ് മാറ്റുന്നത് എന്ന് പോലും അയാൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ അയാളുടെ മനസ്സ് മുഴുവനും സങ്കടങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുകയാണ്. നമ്മൾ അയാളെ ഒന്ന് ചേർത്ത് പിടിച്ച് അയാളുടെ മുഖത്തേക്ക് സൂക്ഷിച്ച് ചോദിക്കണം, എന്താണ് നിൻ്റെ പ്രശ്നം? അയാൾ ഭയങ്കരമായിട്ട് അയാൾ കണ്ണുനീർ കൊണ്ട് കരയും. അയാളുടെ മനസ്സിലെ ആ സങ്കടങ്ങൾ അയാൾ ഒലിച്ചൊരുത്തി കഴിയുമ്പോൾ അയാളിലെ സങ്കടം പിന്നെ തേങ്ങലായിട്ട് മാറും. ഇത്രയും നാളുകൾ അയാൾ മനസ്സിൽ കൊണ്ടു നടന്ന അയാളുടെ സങ്കടങ്ങളെല്ലാം അയാൾ അഴിച്ചു വെച്ച് കഴിയുമ്പോൾ അയാളുടെ ആ തേങ്ങലിലൂടെ നമുക്ക് മനസ്സിലാക്കാം അയാളുടെ സങ്കടം എന്നതായിരുന്നു. അയാളുടെ ആഗ്രഹങ്ങൾ നടക്കപ്പെടാതെ പോയതായിരുന്നു. അയാളുടെ ഒരു ആഗ്രഹവും നടക്കപ്പെടാതിരുന്നില്ല. പക്ഷെ അയാൾ അതിന് വേണ്ടിയിട്ട് അധ്വാനിച്ചില്ല എന്നുള്ളത് അയാളുടെ തെറ്റാണ്. ആ തെറ്റാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നീ അധ്വാനിച്ചു കഴിഞ്ഞാൽ നിനക്ക് സങ്കടങ്ങളൊന്നും ഇല്ലാതെ നിനക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നു. പക്ഷെ നിനക്കൊരു നല്ല ഉപദേഷ്ടാവ് ഉണ്ടായിരുന്നില്ല. നിൻ്റെ പണവും നിൻ്റെ യൗവനവും എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി നീ വയ്ക്കുമ്പോൾ നീ ചിന്തിക്കണം, നിനക്കൊരു മോശം കാലഘട്ടമുണ്ടാകും. ആ കാലഘട്ടത്തിലേക്ക് നീ എത്താതിരിക്കാനായിട്ടാണ് നമ്മുടെ ഗുരുക്കാരണവന്മാർ പറയുന്നത്, സൂക്ഷിച്ചു വയ്ക്കണം കാര്യങ്ങൾ. പ്രയാസങ്ങളെ നീ മാറ്റി നിർത്തണം. നമ്മൾ ഈ വയലുകളിലൊക്കെ ഇറങ്ങുമ്പോൾ വയലുകളിൽ ആദ്യം നോക്കുമ്പോൾ തരിശായിട്ട് കിടക്കും. പക്ഷേ അതിനെ ഒരു തൂമ്പ കൊണ്ടോ ഒരു മമ്പട്ടി കൊണ്ടോ വെട്ടി അതിനെ പൊൻഭൂമിയാക്കി അതിനെ വിതച്ച് അത് കിളുത്ത് അതിന് വളമെല്ലാം ചേർത്ത് ഒരു കൃഷി ഞാറുകളെല്ലാം വളർന്ന് വലുത് വരുമ്പോൾ അതിലേക്ക് ആ വിതച്ച് വിത്തുകളിനേക്കാളും അതികഠിനമായിട്ടുള്ള ഫലങ്ങൾ കാണുമ്പോഴാണ് ഒരു കർഷകന് ആനന്ദമുണ്ടാകുന്നത്. ഇതുപോലെ ആയിരിക്കണം ജീവിതം. നമ്മൾ അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ ഫലം കിട്ടുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ അധ്വാനിക്കാതെ സങ്കടങ്ങൾ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാൾക്കും ഒരു വിജയം ഉണ്ടാവില്ലെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. പക്ഷേ നമ്മുടെ കൃത്യമായ സമയങ്ങളിലൂടെയാണോ നമ്മൾ സഞ്ചരിക്കുന്നതെന്നുള്ളത് ഒരു നല്ല ഉപദേഷ്ടാവ് അല്ലെങ്കിൽ നല്ലൊരു ജ്യോതിഷനെ കൊണ്ട് നമ്മൾ നമ്മുടെ ഗ്രഹനില ഒന്ന് പരിശോധിപ്പിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം എന്താ? ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ മനുഷ്യൻ്റെയും സഞ്ചാര പദങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്രഹങ്ങളെ സ്വാധീനിച്ചതുകൊണ്ട് എനിക്ക് എന്ത് നേടാമെന്ന് ഇന്ന് കലിയുഗത്തിലെ നിരീശ്വരവാദികൾ പറയുമായിരിക്കും. പക്ഷേ ഓർക്കുക, ആ നിരീശ്വരവാദികളിൽ പോലും ഒരു ഗ്രഹനിലയുണ്ട്. നീ നിരീശ്വരവാദിയായി ഈശ്വരനിലേക്ക് അടുക്കുവാൻ നിൻ്റെ നിരീശ്വരം കാരണമായി തീരട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിരീശ്വരവാദികളിലും ഈശ്വരൻ ഉണ്ടെന്നുള്ള തത്വം നിങ്ങളാരും മറക്കാതിരിക്കുക. അതുകൊണ്ട് എല്ലാ ഫലങ്ങളിലും നിങ്ങൾ അധ്വാനിക്കുന്നതിൻ്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുമെന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. നന്ദി, നമസ്കാരം.